ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നാണ്. അങ്ങനെ ഇപ്പോഴും സിസ്റ്റത്തിനോട് വിമുഖത കാണിക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ അതാത് രീതിക്ക് അനുസരിച്ച് കൈകാര്യം ചെയ്യും. അല്ല, അത് നോക്കട്ടെ, പരാതി കിട്ടിയാലൊക്കെ അന്വേഷിക്കും, കഴിയുന്നത്ര തിരുത്താൻ നോക്കും. നടപടിയിലേക്ക് കിടക്കുന്നതിനും ഇതുപോലത്തെ സംഭവങ്ങൾ മനുഷ്യന്റെ ജീവനാണ് പ്രധാനം. വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഫോൺ തരാത്തോണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്നും. അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എന്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്ത്, എന്റെ വീട്ടുകാരെ ഓർത്ത്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എന്റെ കൂടെ. അവരെ ഓർത്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് നല്ല തലയ്ക്കാത്തവനുണ്ട്. എനിക്ക് ഉറങ്ങി മതിയാവുന്നില്ല. ഇങ്ങനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവർക്ക് ഈ ഓർമ്മ പോയി പിന്നെ 2 ദിവസം വെച്ച് അടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഇത്. കീമോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് ദിവസത്തിന് ഞാൻ തിരിച്ചു വരണമെന്നുള്ള എന്റെ കൊച്ചിന്റെ പ്രാർത്ഥന, എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു രോഗം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരം ചെയ്യണ്ട. നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. പിന്നെ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അവർ എനിക്ക് ഈ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പൊക്കോളാം. അപ്പം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് മരണഭയമാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഭയം ഇന്ന് നമ്മുടെ നാട്ടിലെ ചിലരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചികിത്സാ ചെലവിനെ കുറിച്ചുള്ള ആ ഒരു ഭയം. ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷം രൂപ, ഒരു കീമോയ്ക്ക് 50,000 രൂപ. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ അക്കങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതൊക്കെ കേട്ടാൽ എന്തായിരിക്കും ചിന്തിക്കുന്നത്? എനിക്കിനി ചികിത്സ വേണ്ട, ഞാൻ ചത്തോളാം എന്ന് വിചാരിച്ച് ജീവൻ എടുക്കാൻ അവർ തുനിയില്ലേ? കൂട്ടുകാരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ, അതായത് നമുക്കിപ്പോൾ തുറന്നു നോക്കിയാൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. രേണു സുധിയുടെ ക്യാൻസർ ചികിത്സയും അതിന് വരുന്ന ലക്ഷങ്ങളുടെ ചെലവും അതൊക്കെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ഭാഗത്ത് ലക്ഷങ്ങളുടെ കണക്കുകളും മറുഭാഗത്ത് അതൊക്കെ തട്ടിപ്പാണെന്നുള്ള ആരോപണങ്ങളും. ഇതിനിടയിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ രോഗികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. എന്തായാലും നമുക്ക് ഈ ഒരു വിവാദങ്ങളുടെ ഉള്ളുകള്ളികളിലും അതുപോലെ ക്യാൻസർ ചികിത്സയുടെ യഥാർത്ഥ സത്യാവസ്ഥയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് പലരുടെയും സംശയങ്ങൾ നമുക്ക് മാറ്റാം. ഇവിടെ രേണുവിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞത് കള്ളമാണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഈ 2 ലക്ഷത്തിന്റെ കഥ തള്ളലാണോ എന്നുള്ളത് ശരിക്കും തന്നെ അല്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ സയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. രേണുവിനെ ബാധിച്ചിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള, അതായത് വളരെ വേഗത്തിൽ പടരുന്ന HER2 പോസിറ്റീവ് എന്നുള്ള വിഭാഗം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ കീമോ മരുന്നുകൾ കൊണ്ട് മാത്രം അത് മാറില്ല. അതിന് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് തന്നെ വേണം. അതിനുപയോഗിക്കുന്ന ഈ ഒരു ഫെസ്കോ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് സ്വകാര്യ ആശുപത്രികളിൽ 2 ലക്ഷത്തിന് മുകളിൽ വില വരും. അത് കറക്റ്റ് ആണ് കേട്ടോ. അത് 100% പച്ചയായിട്ടുള്ള സത്യം തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വരുമ്പം പിന്നെ എന്തിനാണ് ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലേ? ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയൊരു ജനവിഭാഗത്തോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതായത് രേണു പറഞ്ഞ എന്താണ്, എനിക്ക് ക്യാൻസർ ആണ്, ഓരോ കീമിക്ക് ലക്ഷങ്ങൾ വേണം എന്നൊക്കെ ആ ഒരു രീതിയിലാണ് അവർ പറഞ്ഞ, അത്ര മാത്രമാണ് അവർ പറഞ്ഞു നിർത്തുന്നത്. ഇത് കാണുന്ന മറ്റ് സാധാരണക്കാറ്റുള്ള ക്യാൻസർ രോഗികൾ അവർക്ക് എന്താണ് ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നൂലേ? ഇവിടെ തന്റെ ക്യാൻസർ ഏത് ടൈപ്പ് ആണെന്നും എന്തിനാണ് ഈ ഒരു തുക വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ രേണുവിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു വ്യക്തത കുറവ് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് ഭയവും സംശയവും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ ആളുകൾ ഇത്ര ക്രൂരന്മാരായത് കൊണ്ടല്ല ഇതിനെതിരെ സംസാരിച്ചത്. നമുക്ക് പലതരം വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഈ സോഷ്യൽ മീഡിയയിൽ ക്യാൻസറിനെ വളരെ സിമ്പിൾ ആയോ അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയോ കാണിക്കുന്ന ചിലരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലെ ഒരു കീമോതെറാപ്പിയിലൂടെ കടന്നു പോകുന്ന രോഗിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച മറ്റൊരു സഹോദരി തുറഞ്ഞു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേ ദിവസം മുതൽ ശരീരം തളർന്നു പോകും എന്നുള്ള അവസ്ഥ. തലയൊന്ന് അനക്കാൻ പോലും പറ്റാത്ത വേദനയും നഖങ്ങളും കൈകാലുകളും ഒക്കെ കറുത്തു പോകുന്ന ഒരവസ്ഥ. എന്തായാലും ആ ഒരു വീഡിയോ നമ്മുടെ ബിച്ചു സ്ട്രോക്കിലെ വന്ന ഒരു വോയിസ് ആണ്. ബിച്ചുവിനോട് സംസാരിച്ച കാര്യമാണ്. നമുക്ക് ആ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ, സഹോദരി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. ഹലോ ഹലോ, ബിച്ചു ആണ്. ആ ഓക്കെ, പറഞ്ഞു.
അപ്പൊ എനിക്ക് നവംബർ മുതൽ 2025 നവംബറിലാണ് എന്റെ സെപ്റ്റംബർ ഓണം കഴിഞ്ഞിട്ടാണ് എന്റെ അസുഖം അറിയുന്നത് എനിക്ക്. അപ്പൊ ഞാൻ ആദ്യം പോയത് ബ്രസ്റ്റിൽ തന്നെ എനിക്കിങ്ങനെ ചെറിയ തടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വേദനയൊന്നും ഇല്ലാത്തോട്ട് ഞാൻ അധികം അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം നല്ല സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോ 2-3 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, കുറയുമെന്ന് വിചാരിച്ചത് നോക്കിയിട്ടും കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ കുഞ്ഞു കുഞ്ഞു തടുപ്പുകളൊക്കെ പിന്നെ അടുത്തടുത്തായിട്ട് വേറെയും കണ്ടു തുടങ്ങി. അങ്ങനെ ഡൗട്ട് വന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ എത്രയും വേഗം സർജനെ കാണിക്കാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു. നമ്മൾ സിറ്റിയിൽ തന്നെ ഒരു ഡോക്ടർ റൂമിലാണ് പോയി കാണിച്ചത്. അപ്പൊ പുള്ളിക്കാരനും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി പ്രശ്നമുള്ള ട്യൂമർ ആണ്, നമുക്ക് എന്തായാലും വേഗം ടെസ്റ്റുകളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു സ്കാനിങ്ങും ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു ബയോപ്സിയും ചെയ്തു. അതില് എന്താണെന്ന് വ്യക്തമല്ല, 1-ൽ കൂടുതൽ ട്യൂമറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ബയോപ്സിക്ക് എഴുതിയത് FNAC എഴുതി, അത് പുറത്ത് ചെയ്യണമെങ്കിൽ 10,000 രൂപയ്ക്ക് മേലെ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അതിനുള്ള നിവൃത്തിയൊന്നും ഇപ്പൊ ഇല്ല ഡോക്ടറെ, ഏതെങ്കിലും ഗവൺമെന്റിലത്തേക്ക് മെഡിക്കൽ കോളേജിലോ അങ്ങനെ എവിടത്തേക്കെങ്കിലും തരാൻ പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക്, അത് മെഡിക്കൽ കോളേജിലത്തേക്ക് എനിക്ക് തന്നു സർജനെ കാണിക്കാൻ വേണ്ടി, അവിടെ ബയോപ്സി ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് ബയോപ്സിക്ക് എടുത്തിട്ട് പുറത്ത് ലാബിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പുറത്തെ ലാബിലാണ് കൊടുത്തത്. അവിടെ കൊടുത്ത് ഒരാഴ്ച ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ 2 മാസം മെഡിക്കൽ കോളേജിൽ എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടി എക്കോ, പിന്നെ കുറെ ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഞാൻ ഒരു 1.5 മാസം ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങി. എന്നിട്ട് ഈ അസുഖം ഇതാണെന്ന് അറിഞ്ഞിട്ടും അവർ സർജറിക്കൊന്നും പെട്ടെന്നൊന്നും ഡേറ്റ് തരുന്നില്ല. കാരണം എനിക്ക് വേറെ അങ്ങോട്ടും സ്പ്രെഡ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഈ നെഞ്ചിന്റെ ഭാഗത്തും കൈക്കുഴിയിലൊക്കെ മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ വാപ്പാടെ അനുജന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഇനി അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെഞ്ഞാറമൂട് ഗോകുലത്തിലാണ് സർജറി ചെയ്തത്. അവിടെ സർജറി ചെയ്തിട്ട് പിന്നെ കീമോക്ക് പിന്നെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 50,000 രൂപ ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ കീമോ ചെയ്യാൻ അത്രയും ഒരു കീമോ 8 കീമോയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഒരു കീമോ 50,000 രൂപ കൊടുത്തിട്ട് കീമോ ചെയ്യാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങി. അവിടെ എനിക്ക് കീമോക്ക് പൈസയൊന്നും ആയില്ല. പിന്നെ അവിടെ ഇല്ലാത്ത 1-2 മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. കീമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിസിൻ എങ്ങനെ 2 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടോ? 2 ലക്ഷം ഒന്നും ഇല്ല. നമുക്ക് ഫസ്റ്റ് എനിക്ക് കീമോക്ക് പോയപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തരുന്നത്, പുറത്തുനിന്ന് നമ്മളൊന്നും എടുക്കണ്ട. അവിടെ ഇല്ലാതെ വരുന്നത് 1-2 മരുന്നുകൾ മാത്രം. അതിന് 2 ലക്ഷം രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ടോ മരുന്നിന്? ഇല്ല, എനിക്ക് ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് 2 ഐറ്റം മരുന്നില്ലായിരുന്നു. അത് പുറത്തുനിന്ന് എടുത്തപ്പോൾ 500 രൂപയായി ഫസ്റ്റ് കീമോക്ക് പോയി എടുത്തപ്പോ. രണ്ടാമത് പോയി എടുത്തപ്പോഴത്തേക്കും 500 രൂപ. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്ക് 3000 സംതിങ്. ഈ കീമോളെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തു അല്ലേ? മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അവിടെ ചെയ്തപ്പോഴത്തേക്കും പിന്നെ 3000 രൂപ മൂന്നാമത്തെ കീമോക്ക് എനിക്ക് 3000 രൂപ. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മരുന്ന് ഇവിടെ ഇല്ലാത്തതാണ്, മാസം ലാസ്റ്റ് ആകുമ്പോൾ എല്ലാ മരുന്നും കാണത്തില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ. അത് എനിക്ക് അത്രയും രൂപ ആയതെന്ന് പറഞ്ഞാല് എനിക്ക് ഹെൽത്ത് കാർഡ് ഇല്ല, ഇൻഷുറൻസ് കാർഡ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൈസ ആയത്. ഇൻഷുറൻസ് കാർഡ് പൈസ ഒന്നും ആവത്തില്ല. പിന്നെ പുറത്ത് എന്തെങ്കിലും ടെസ്റ്റിന് എഴുതണമെങ്കിൽ മാത്രം, അതായത് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ നമുക്ക് കീമോ ചെയ്യുന്നതിന് തലേ ദിവസം കൗണ്ട് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് പുറത്ത് ചെയ്യുന്നതിന് 250 രൂപ ആവും. ഒരു തവണ. അത് അവിടെ ഹോസ്പിറ്റലിൽ മരുന്നില്ല എങ്കിൽ മാത്രം. പിന്നെ മാത്രം നമുക്ക് പിന്നെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു റേഡിയേഷന് 5000 രൂപയാണ്. അപ്പം എനിക്ക് 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 75,000 രൂപ അതിനാവും. മുന്നേ അടയ്ക്കണം, റേഡിയേഷന് മുന്നേ നമ്മൾ അടയ്ക്കണം. പക്ഷേ കീമോക്ക് ഇത്രയും പൈസ ആവില്ല. ഹെൽത്ത് കാർഡ് കീമോ ചെയ്തോണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥയൊക്കെ? കീമോ ചെയ്തോണ്ടിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ അത് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, നോർമൽ ആയിരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ 1-2 തവണ ഛർദ്ദിച്ചൊന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യ, ബോഡി പെയിനും പിന്നെ ഛർദില്, തലയാണെങ്കിൽ ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്ത വേദന തലയ്ക്ക്. തലയിൽ തുടങ്ങേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൈയുടെ വിരല്, കാലിന്റെ വിരല്, കാൽപാദം, ഇതൊന്നും നമുക്ക് ബെഡിൽ നിന്ന് താഴോട്ട് കാല് ചവിട്ടി ഇറങ്ങാൻ പറ്റത്തില്ല. അത്ര വേദനയാണ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദന. ഒരാളുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരാൾ ബാത്റൂമിൽ എപ്പോഴും അടുത്ത് വേണം. നമ്മൾ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരാൾ വേണം. കാരണം എപ്പോഴാണ് പിന്നെ നമ്മൾ വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ തരത്തിലാണ്. പിന്നെ നമുക്ക് ഇങ്ങനോട് ഒരു താല്പര്യം കാണൂല. ഫുഡിനോടായാലും നമുക്ക് ആരെയും കാണുന്നത് പോലും ഇഷ്ടമല്ല. കാരണം നമുക്ക് അപ്പോഴൊക്കെ വോമിറ്റിങ്ങിനുള്ള ഇതാണ് തോന്നുന്നത്. വീട്ടിലുള്ളവരെ കണ്ടാലും ബുദ്ധിമുട്ടാണ് ഭയങ്കര. പിന്നെ എനിക്ക് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14-ാമത്തെ ദിവസമായപ്പോ മുടി
ഇങ്ങനെ ഊരി വരാൻ തുടങ്ങി. ഓ. അപ്പം ഇങ്ങനെ മുടി ഊരി വരുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ മുടി തലയൊട്ടിന്ന് ഇങ്ങനെ പറഞ്ഞു പോരും, നമ്മൾ തൊടുമ്പോഴും ചീകുമ്പോഴും ഒക്കെ നമ്മൾ കിടക്കുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് മുന്നേ ഇങ്ങനെ ഈ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവർ എന്റെ അടുത്ത് മുന്നേ പറഞ്ഞായിരുന്നു അങ്ങനെ മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ മൊത്തം അങ്ങ് എടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14 ദിവസമായപ്പോ ഞാൻ മുടി ഫുൾ എടുത്ത് കളഞ്ഞത്. നമുക്ക് ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നപ്പോ നമുക്ക് ടെൻഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്കത് ഫുൾ എടുത്ത് കളയാന്ന്. അങ്ങനെ ഫുൾ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു രണ്ടാമത്തെ കീമോ ആയപ്പോ മുതൽ എന്റെ കൺപീലിയും കണ്ണിന്റെ പുരികവും ഒക്കെ പോകാൻ തുടങ്ങി. ഇതുപോലെയാണ് നമുക്ക് ഈ മുടി കൊഴിയുമ്പോഴും കൺപീലിയൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. പുരികത്തും കണ്ണിലും, കണ്ണൊക്കെ നല്ല നീറ്റലാണ്. കണ്ണ് അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റൂല, തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ശ്വാസം മുട്ട്, നമുക്ക് നടക്കാനോ ഒന്നിനും പറ്റത്തില്ല. നമുക്ക് 2 ചുവട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവും. ഒരാളെ ചാരി വേണം നടക്കാൻ. പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോക്ടർ കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഫുഡിന്റെ രീതി, പുറത്തുനിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ മധുരപാനീയങ്ങളിൽ ബോട്ടിൽ വരുന്ന പുറത്തുനിന്നുള്ള വെള്ളങ്ങളുണ്ടല്ലോ നമ്മൾ കുടിക്കുന്നത്, അതൊന്നും കഴിക്കാൻ, മിനറൽ വാട്ടർ കുടിക്കാം, പക്ഷേ മധുരപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മറ്റാൾക്കാരുമായിട്ട് ഇടപഴകുന്നതൊക്കെ അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതൊന്നും പുറത്ത് പോവാനേ പാടില്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞുവിടുന്നത്. കീമോ കഴിഞ്ഞ ഉടൻ നേരെ നമ്മൾ വീട്ടിൽ തന്നെ പോകണമെന്നാണ് പറയുന്നത്. വേറെ ഫാമിലി ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരുന്നതിന് അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരും വരാൻ പറ്റത്തില്ല. എപ്പോഴും വീട്ടിൽ നിന്നാൽ പോലും മാസ്ക് ധരിക്കാതെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു, നല്ല പ്രതിരോധ ശേഷിയുള്ള ആളായിരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ എല്ലാവർക്കും ലോക്ക്ഡൌൺ സമയത്ത് കൊറോണ വന്നു. എന്റെ ഹസ്ബൻഡ് അന്ന് ആ സമയത്തൊക്കെ കന്യാകുമാരി, തൂത്തുക്കുടി അവിടെയൊക്കെ പോയി മീൻ എടുക്കുന്ന ആളായിരുന്നേ. അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡിന് കൊറോണ വന്നു. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ മക്കൾക്കും വന്നായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം അതൊന്നും, എനിക്ക് ഒരു അസുഖം, എനിക്ക് ആകെ ഉള്ള അസുഖം എന്ന് പറഞ്ഞാൽ മൈഗ്രൈൻ്റെ തലവേദന, അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു അസുഖം എനിക്ക് വരത്തേ ഇല്ലായിരുന്നു. അത്രയും പ്രതിരോധ ശേഷിയും 60 കിലോ വെയിറ്റും ഉള്ള ഞാനാണ് ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തളർന്നു പോയത്. പിന്നെ എന്റെ കൈ കാലൊക്കെ ഫുള്ള് കറുത്തു, നന്നായിട്ട് കറുത്തു, നഖമൊക്കെ കറുത്തു. നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല. നമ്മൾ ആരെങ്കിലും കാണാൻ വന്നാൽ പോലും നമുക്ക് അവരുടെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ആ രൂപം കാണുമ്പോഴേ. പിന്നെ കീമോ ചെയ്തിട്ട് എന്റെ ആദ്യം എനിക്ക് വലത് സൈഡായിരുന്നു സർജറി കഴിഞ്ഞത്. അപ്പൊ എനിക്ക് പിന്നെ വലത് കയ്യിൽ കീമോ ഇടാനോ ബ്ലഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പൊ ഇടത് കൈയിലാണ് എനിക്ക് കീമോ ഉള്ളത്. അപ്പൊ ഒരു 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്കും പിന്നെ കീമോയുടെ മരുന്ന് ലീക്കായി ആ കൈ ഫുള്ള് പഴുത്ത, ആ കൈ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. ആ കൈ ചലിപ്പിക്കാനേ പറ്റൂലായിരുന്നു. പിന്നെ ഉള്ള 4 കീമോ എനിക്ക് 2 കാലിൽ മാറി മാറിയാണ് ഇട്ടത്. അത് ഈ ലാസ്റ്റ് കീമോ ആയപ്പോഴത്തേക്കും എന്റെ കാലിൽ മരുന്ന് ലീക്കായി, അത് കാല് പഴുത്ത്. പിന്നെ 2 ആഴ്ച ഡോക്ടറെ നിങ്ങളോട് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മൊബൈൽ ഉപയോഗമോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിയന്ത്രണം ഉണ്ടോ അതിന്? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. മൊബൈൽ ഉപയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേ നമ്മുടെ ഉറക്കം പോകും. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴെന്നല്ല നമ്മളടുത്ത് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇതാണ്, ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സമനില തന്നെ തെറ്റും. ഞാൻ അത് അറിഞ്ഞ സമയത്ത് ഞാൻ അനുഭവിക്കാനൊന്നുമില്ല എന്റെ മാനസികാവസ്ഥ. കാരണം മക്കളുള്ളത് കൊണ്ട് തന്നെ, 2 കൊച്ചുമക്കളാണ്. അപ്പൊ മക്കളുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളോ ചിന്തിച്ചിട്ടും, പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതിന് വേണ്ടുന്ന ചികിത്സയുടെ, അപ്പൊ നമുക്ക് പറഞ്ഞുള്ള അറിവെന്ന് പറഞ്ഞാൽ പലയിടത്തും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചികിത്സാ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ RCCയിൽ അല്ലാതെ തന്നെ കാരുണ്യം അതിനൊക്കെ RCCയിൽ പോലും പിന്നെ ഭയങ്കര പൈസ എന്ന് പറയുന്നിടത്ത് RCCയിൽ പോലും ചികിത്സാ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അങ്ങനെ പല ഫണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട് ചികിത്സാ സഹായം. അതായത് നമുക്കിപ്പം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇതുവരത്തിലുള്ള രോഗം വരുവാണെങ്കിലും അവർക്ക് ഇപ്പം ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലേ? എന്നുവെച്ചാൽ ഈ വലിയ പണക്കാർ പോലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ പൈസ ആവാത്തത് കൊണ്ടാണ് വരുന്നത്. അല്ല, ഞാൻ ഈ പുള്ളിക്കാരുടെ ഈ രേണുസുതിയുടെ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു ഒരു കീമോയ്ക്ക് മുമ്പ് എടുക്കുന്ന മരുന്നിന് 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. ഓരോ കീമോയ്ക്കും 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. കീമോ ചെയ്യുന്നതിന് 50,000 രൂപയാണ് പറഞ്ഞത് ഗോകുലം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ. ഗോകുലം വെഞ്ഞാറമൂടുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മെഡിക്കൽ കോളേജിൽ കീമോ ചെയ്തപ്പോൾ 1 പ്രാവശ്യം 500, 1 പ്രാവശ്യം 5000, 2500 ഞാൻ. പിന്നെ ഇതിനാവണ പൈസ മെയിനായിട്ട് ആവണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ, അതെല്ലാം പുറത്ത് ചെയ്യണം. ബോൺ ടെസ്റ്റ്, എല്ല് ടെസ്റ്റ് 5500. പിന്നെ ഇത് വേറൊരു 13,000 രൂപ അവസാനം ടെസ്റ്റ് ചെയ്ത് നെഞ്ചിന്റെ ഭാഗത്ത് ശ്വാസകോശത്തിൽ എന്തോ ചെറിയൊരു സംശയം വന്ന് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു. അത് 13,000 രൂപയായി ടെസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്തു. അതൊക്കെയാണ് ഈ വിഷയമാവണം. പിന്നെ റേഡിയേഷന് പൈസ, ഇതെല്ലാം വേറെ വലിയ ഓവർ പൈസ ആവൂല. പിന്നെ ഇവര് കീമോ കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സഹിക്കാവൂല. അവസാനം ഈർക്കിൽ പോലെ ആയി, ഛർദിലും ആഹാരം കഴിപ്പില്ല. അവസാനം ചുരുണ്ട് മടങ്ങി അട്ട ചുരുണ്ട് കിടക്കുമ്പോഴാണ് കിടക്കണം. അവിടുന്ന് കീമോ കഴിഞ്ഞ് വണ്ടി കയറുമ്പോൾ തന്നെ ഛർദിലാണ്. വഴിയിലെ 2-3 സ്ഥലത്ത് നിർത്തി ഛർദിച്ചാണ് പറഞ്ഞത്. പിന്നെ വീട്ടിൽ മീൻ കറിയോ ചോറോ ഒന്നും വിൽക്കാക്കൂല. ഇത് സ്മെല്ല് അടിച്ചാൽ ഛർദിലോടും. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ?
എനിക്ക് ഇനി റേഡിയേഷനും കൂടി ഉണ്ട്, 15 റേഡിയേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് മുന്നേ ഹോർമോൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 2 ആഴ്ച കൊണ്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു പിന്നെ റേഡിയേഷന് ചെല്ലാൻ വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് റേഡിയേഷൻ തുടങ്ങും എനിക്ക്. അവിടെ പറയുന്ന കാരണം മിക്കുള്ളവരും അവിടെ മെഡിക്കൽ കോളേജിൽ പിന്നെ മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ കൂടുതൽ മുതിർന്നവരെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കുട്ടികളെയൊക്കെ RCCയിലോട്ടാണ് വിടുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ പ്രായം കുറഞ്ഞത് ഞാനാണ്. മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ ഈ കീമോ ചെയ്യാൻ വേണ്ടി വരുന്നതിൽ പ്രായം ഏറ്റവും കുറവ് ഞാനാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കും ഓരോന്നിനും എത്ര എമൗണ്ട് ആയി എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെനിക്ക് എല്ലാം പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് എന്റെ ടെൻഷൻ മാറുന്നത്. നമ്മൾ വെച്ചത് ഫസ്റ്റ് കീമോയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ആവും എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അന്ന് നമുക്ക് 500 രൂപ ആയിട്ടുള്ളായിരുന്നു. നമ്മൾ കീമോക്കൊന്നും ഞങ്ങൾക്ക് 5000 രൂപയ്ക്ക് മേലെ പോയിട്ടില്ല. 5000 രൂപയ്ക്ക് ഉള്ളിലേ ആയിട്ടുള്ളൂ കീമോയുടെ മെഡിസിന്. അവിടെ തന്നെയായിരുന്നു എനിക്ക് CT സ്കാനും PET സ്കാനും ഒക്കെ ചെയ്തത്. അത് എനിക്ക് CTക്ക് 5000 രൂപ, PET സ്കാന് 5500 രൂപ. അത് പുറത്തുനിന്ന് മരുന്ന് വരുത്തിച്ചാണ് ഈ PET സ്കാൻ ചെയ്യുന്നത്. ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് ആണ് പിന്നെ നമുക്ക് PET സ്കാൻ ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് വരുന്ന മരുന്നാണ്. അതിന് പോലും നമുക്ക് അത്രയും ആ മരുന്നിന് നമുക്ക് പൈസ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഈ യെല്ലോ കാർഡും കൂടെ ഉള്ളവർക്ക് എല്ലാം ഫ്രീ ആണ്. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ എമർജൻസിന്ന് എഴുതി ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എമർജൻസി എന്ന് എഴുതി തരും. ഇപ്പൊ സ്കാനിങ് ആയാലും എക്സ്റേ ആയാലും എന്തായാലും ചിലപ്പോൾ ഡേറ്റ് ഇട്ട് തരും. മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനും എക്സ്റേക്കും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും കുറച്ച്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് എമർജൻസി എഴുതി തന്നെ അപ്പൊ തന്നെ ചെയ്താലും അതൊക്കെ പൈസ ഒന്നും ആവില്ല. 500 രൂപ കൂടുതലായിട്ടില്ല അതിന്റെ ടെസ്റ്റ് കിട്ടുന്നത്. ഞാൻ പുറത്ത് ഒരുപാട് ഇതൊരു ഭയങ്കര എമൗണ്ട് തന്നെയാണ്. നല്ല സർജറിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടെ. ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും അറിയാൻ പറ്റും എന്റെ അടുത്തുനിന്ന്. അതന്നെ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം അതാണ്. കാരണം നമ്മുടെ അത്ര പോലും ഒരു നിവൃത്തി ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവര് തന്നെ പേടിച്ചു ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ആവൂ. ഈ അസുഖം എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഇതിന്റെ ചികിത്സയുടെ ചെലവ് അതാണ്. തീർച്ചയായിട്ടും ഒന്ന് മാനസികമായിട്ട് ഡൗൺ ആവും. അതിന്റെ കൂടെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് കൂടെ കേൾക്കുമ്പോഴത്തേക്കും തന്നെ ജീവിതം ഇല്ലാതാക്കി പോയാലും തന്നെ വിചാരിക്കത്തുള്ളൂ. ഈ അസുഖം എന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരാളോട് നേരെ നോക്കി സംസാരിക്കാൻ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയ്ക്കാണ് നമ്മുടെ മാനസിക വിഷമം. ആദ്യം മനസ്സ് വയ്ക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമുക്ക് എപ്പോഴും പിന്നെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ അടുത്ത് തന്നെ ഇരിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് എനിക്ക്. പിന്നെ കൗൺസിലിംഗിന് പോലും കൊണ്ടുപോയി. കാരണം അത്രത്തോളം ഒന്നിനോട് ഒരു താല്പര്യം കാണൂല. നല്ല വസ്ത്രം ധരിക്കാനോ പിന്നെ പുറത്ത് പോകണമെന്നോ അങ്ങനെ ഒന്നും. എത്രയും വേഗം നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ. എനിക്ക് മനസ്സിലായി. ഇത്ര എക്സ്പെൻസ് ഇത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണമെന്നൊരു ഇതായി. ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ട് ഈ അസുഖം. 100 പേരുണ്ടെങ്കിൽ 80 പേർക്കെങ്കിലും ഉണ്ട് ഈ അസുഖം. കാരണം മെഡിക്കൽ കോളേജിലേക്ക് RCCയിലൊക്കെ ചെന്ന് കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഒരു ദിവസം. കാരണം നമ്മൾ കീമോക്ക് ബെഡ് നമുക്ക് മുന്നേ കൊണ്ടുപോയി ബെഡിൽ ഷീറ്റൊക്കെ വിരിച്ച് ബെഡ് പിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ബെഡ് കിട്ടൂല കീമോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോ ബെഡിന്റെ മുന്നിൽ ചെന്ന് ക്യൂ നിൽക്കണം. അത്രയ്ക്കാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പേഷ്യന്റ് കൂടുതലും ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ തന്നെ നാട്ടിലും ഫുള്ള് ഇത് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ ഞാൻ പോകുന്ന ദിവസമൊക്കെ ഉള്ളത്. അപ്പൊ അത്രത്തോളം ആണ് ഈ ക്യാൻസർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു നിവർത്തി ഇല്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അവർ വിചാരിക്കും ഒന്നും വേണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. പോയി സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ മരിച്ചു കളയാന്ന് ആ അസുഖം എന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ വീട്ടിലിരിക്കാനോ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുക എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കണ്ട എന്നല്ല പറയുന്നത്. എന്നാലും ഇത്രയും ഇങ്ങനെയൊക്കെ കാണിക്കാൻ എങ്ങനെ പറ്റുന്നെന്ന് ഞാൻ ചിന്തിച്ച ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. 2 ലക്ഷം രൂപയുടെ മരുന്നാണ് ഓരോ കീമോയ്ക്കും ആവശ്യം വരുന്നത് ഒരു ഞാൻ കണ്ടായിരുന്നു ഈ സമയം. അപ്പൊ ഞാൻ ആലോചിച്ചത് അത്രയും പേർ ചെയ്യുന്നുണ്ടോ ആൾക്കാർ. നിങ്ങളിത് പറഞ്ഞപ്പോഴത്തേക്കും അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും ഈ ഒരു കാര്യം. കാരണം അത് തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു കാര്യം കേട്ടിട്ട്. ബ്രോ അവിടെ മെഡിക്കൽ കോളേജിൽ വരുന്നത് പുറത്ത് പ്രൈവറ്റ് കാരണം മെഡിക്കൽ കോളേജിൽ നമുക്ക് പെട്ടെന്നൊന്നും സർജറിക്ക് അവർ ഡേറ്റ് ഇട്ട് തരൂല. അവർക്ക് പിന്നെ അവര് നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയും കൂടെ അവർ നോക്കിയിട്ട് നമുക്ക് കൂടുതലാണ് എങ്കിൽ 4th സ്റ്റേജ് ഒക്കെ ആയിപ്പോയെങ്കിൽ അവർ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങും. മറ്റെന്ന് പറഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇങ്ങോട്ടും സ്പ്രെഡ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സർജറിക്ക് ഡേറ്റ് ഇട്ട് തരുന്നത്. ഇല്ല പിന്നെ ചിലർക്ക് ആദ്യം കീമോ ചെയ്യും. കീമോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്യൂമർ വലുതായി പോയെങ്കിൽ ഇതിനെ ചുരുക്കിയിട്ട് വേണം സർജറി ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ചിലർക്ക് പിന്നെ ആദ്യം കീമോ ചെയ്യും. കീമോ ചെയ്തിട്ട് അതായത് ഇപ്പൊ ഒരു 8 കീമോയാണ് പറഞ്ഞേക്കുന്നെങ്കിൽ ഒരു 4 കീമോ സർജറിക്ക് മുന്നേ ചെയ്തിട്ട് പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെ 4 കീമോയും കൂടെ ചെയ്യും. പിന്നെ റേഡിയേഷൻ വേണമെങ്കിൽ റേഡിയേഷൻ. അതെല്ലാം സർജറി കഴിഞ്ഞിട്ടാണ്. മനസ്സിലായി പറഞ്ഞ കാര്യമായി.
ഓക്കെ. കാരണം എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി പേരുണ്ട്. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തും പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുമല്ലോ നമ്മള്. പിന്നെ നമ്മളെ പോലെ ഇരിക്കുന്നവരെ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമല്ലോ, എത്ര നാളായി തുടങ്ങിയിട്ട്, എങ്ങനെയൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ്, പിന്നെ കീമോയുടെ സൈഡ് എഫക്ട് എങ്ങനെയായിരുന്നു. കാരണം നമുക്കും അത് അനുഭവിക്കാനുള്ളതാണല്ലോ. നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് കീമോ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഓരോ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് പേടിയാവൂലേ, അയ്യോ എന്താണോ എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഞാൻ ചോദിക്കും. ഓരോരുത്തരും പറയുന്ന എന്നേക്കാളും പിന്നെ കീമോ കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കാല് പോയി. ഈ കൈ ഇപ്പോഴും എനിക്ക് ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കുറെ ടൈം എടുക്കും അതൊന്ന് ശരിയായി വരാൻ, പഴയതുപോലെ ആയി വരാൻ. കാലും അതുപോലെ തന്നെ. പിന്നെ ഞാൻ കാലിന് റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ആ കാല് മരവിച്ച പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് തൊടുന്നൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമല്ല, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കീമോ എന്ന് പറയുന്നത്. അത് ഇത്രത്തോളം നിസ്സാരമായി കാണുന്ന എന്താണ് ഇനി ഇവർക്ക് ഇനി ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും മെഡിസിൻ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ടോ? സാധാരണ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ രോഗികളെയും ഒരുപോലെയാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവത്തിലായാലും പക്ഷെ അതിപ്പോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞൊരു കാര്യമായി, ഇൻഫോർമേറ്റീവാ. എന്തായാലും നോക്കുന്നുണ്ട്. മതി, ഇത്രയും മതി, കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. അപ്പൊ കൂട്ടുകാരെ, ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനിയാണ് നമുക്കിവിടെ ഒരു ബിഗ് റിവീലേഷൻ നടത്തേണ്ടത്. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ലക്ഷങ്ങളുടെ കണക്ക് കേട്ട് ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ പണമില്ലാത്തതിന്റെ പേരിൽ ആരും ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വരില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കീമോതെറാപ്പി ചെയ്യുന്നതിന് ലക്ഷങ്ങളൊന്നും ആവശ്യമില്ല. ഭൂരിഭാഗം മരുന്നുകളും ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കും. അവിടെ ഇല്ലാത്ത 1-2 മരുന്നുകളായിരിക്കും പുറത്തു നിന്ന് വാങ്ങേണ്ടി വരുന്നത്. അങ്ങനെ വന്നാൽ പോലും 500 രൂപ മുതൽ പരമാവധി ഒരു 3000 രൂപ വരെ ഒരു കീമോയ്ക്ക് ചെലവ് വരുന്നുള്ളൂ. ഇൻഷുറൻസ് കാർഡോ അല്ലെങ്കിൽ ഹെൽത്ത് കാർഡോ പോലും ഇല്ല. ഒരു രോഗിയുടെ യഥാർത്ഥ അനുഭവമാണിത്. ഇനി നിങ്ങൾക്ക് മഞ്ഞയോ അല്ലെങ്കിൽ പിങ്കോ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു 5000 രൂപ CT സ്കാനിങ്ങിന് പോകുന്നില്ലേ, അത് ഒരു 5 പൈസ ചെലവില്ലാതെ ലക്ഷങ്ങളുടെ മരുന്നുകൾ പോലും പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് തരാൻ നമ്മുടെ ഗവൺമെന്റിലെ പദ്ധതികളുണ്ട്. നമുക്കറിയാം KSP എന്നുള്ള ആ ഒരു ഇൻഷുറൻസ് വഴി 5 ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യ ചികിത്സയും പിന്നെ എന്താണ് അതിന്റെ പരിധി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ശുപാർശയോടുകൂടി തന്നെ ഗവൺമെന്റ് കാരുണ്യ കോർപ്പസ് ഫണ്ട് വഴി വില കൂടിയ മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്നത്, അതായത് വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള നീല വെള്ള കാർഡുകൾക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർക്കാർ ഫാർമസികൾ വഴി മരുന്നുകൾ സൗജന്യമായിട്ട് കിട്ടും. പിന്നെയുള്ളതാണ് അമൃത് ഫാർമസികൾ. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് പോലും ഇത്തരം വലിയ മരുന്നുകളുടെ ഒരു ഇന്ത്യൻ പതിപ്പുകൾ, അതായത് വലിയ വിലക്കുറവുകളിൽ തന്നെ ഇവിടെ ലഭിക്കും. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ ദുരിതാശ്വാസ നിധികളും ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റ് കമ്മിറ്റി ഫണ്ടുകളൊക്കെ വഴി ഈ ഒരു സഹായങ്ങൾ ഉറപ്പാക്കാം. അപ്പൊ കൂട്ടുകാരെ, രേണുവിനെ യൂട്യൂബിൽ നിന്നും അല്ലാതെയും നല്ല വരുമാനമുണ്ട്, സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഗവൺമെന്റ് ഈ ഒരു സൗജന്യ ആനുകൂല്യങ്ങൾ അവർക്ക് നിയമപരമായിട്ട് കിട്ടിയിട്ടുണ്ടാകുന്നില്ലായിരിക്കും. പണം മുടക്കുന്നുണ്ടാകാം, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, രോഗം വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുകയാണ് വേണ്ടത്. എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ളവർ ഒരു കാര്യം പറയുമ്പോൾ ജനങ്ങളിൽ ഭയമല്ല പ്രത്യാശയാണ് നൽകേണ്ടത്. പണമില്ലാത്തതിന്റെ പേരിൽ ആരും ചികിത്സിക്കാതിരിക്കരുത്. രേണുവിന്റെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ, അവർ പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ലക്ഷങ്ങളുടെ കണക്ക് കേട്ട് ഭയന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് ഇത് കാണുമ്പോൾ ജീവിക്കാനുള്ള വലിയൊരു പ്രത്യാശയായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാന വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.